വീണ്ടും വരുന്നവനായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. 33ാമത് പെരുമ്പാവൂർ ഡിസ്ട്രിക്ട് കൺവെൻഷൻ്റെ അവസാന രാത്രിയിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് കുടുംബമായി ഞങ്ങൾക്കിങ്ങനെ ഒരു അവസരം നൽകിയതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള അല്പ ക്ലേശങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചെങ്കിലും ഇത്രത്തോളം ആരോഗ്യത്തോടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി മാത്യു, ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഈ ഡിസ്ട്രിക്റ്റിലുള്ള സകല ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ എം എ തോമസ് ഞങ്ങൾ വളരെയധികം ആത്മാർത്ഥയോടെ സ്നേഹിക്കുന്ന കർത്തൃഭൃത്യനാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ വാളകം സെൻട്രലിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ കെ വി പൗലോസ്, തൻ്റെ സാന്നിധ്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റെല്ലാ ദൈവദാസന്മാരെയും മറ്റ് സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും ഈ സെൻറ്ററിൻ്റെ എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകാൽ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും അങ്ങനെയൊരു സൗകര്യം ഇവിടെ ഒരുക്കിയതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഷെറിനും തൻ്റെ ടീമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ മിസ്പ വോയിസ് അവരുടെ നല്ല ഗാന ശുശ്രൂഷകൾക്കായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അവസാന രാത്രിയിൽ ഞാൻ വാസ്തവത്തിൽ ദൈവവചന കേൾവിക്കായിട്ട് കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, അവസാനത്തെ രാത്രിയിൽ ഞങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. എന്നാൽ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ തൻ്റെ സമയം എനിക്ക് കൂടി ഷെയർ ചെയ്ത് ഓർത്ത് സന്മനസ്സിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും വളരെ ഒരു കാര്യത്തിൽ ഭാരമുള്ളവരായി നിൽക്കുക. കഴിഞ്ഞ 32 വർഷം അല്ലെങ്കിൽ 31ഓളം വർഷം അച്ചാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷമാണ് അത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ മെസ്സേജ് തന്നെ വീഡിയോയിൽ നൽകുവാനായിട്ട് ഇടയായത്. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ചാരംഭിച്ച് ഇവിടെയുള്ള ദൈവമക്കളെ വളരെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരുന്ന ആ പ്രിയപ്പെട്ടവൻ്റെ ശബ്ദം നമുക്കിനി ഓഡിയോയിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ താൻ നൽകിയ ആ പ്രചോദനം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള ദൈവമക്കൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ മാത്രമല്ല, എൻ്റെയും ജീവിതത്തിൽ വാസ്തവത്തിൽ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ രൂപാന്തരം വരുത്തുവാൻ ഇടയായത് തൻ്റെ ഓരോ വാക്കുകളായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 8ഓളം മാസം ഞങ്ങളുടെ കൂടെ ഭവനത്തിലായിരുന്നപ്പോൾ അനേക കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വളരെയധികം ശക്തിപ്പെടുത്തുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ ആദ്യത്തെ ഒരു മെസ്സേജാണ് ഞാൻ ആദ്യമായി ഒരു കൺവെൻഷൻ പ്രസംഗത്തിൽ കേൾക്കുന്നത്. ഹൈദരാബാദിൽ വെച്ച സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞ ആ ഒരു സിംഹഗർജനം പോലെ മുഴങ്ങിയ ആ ശബ്ദം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സെൻറ്ററിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ട്. ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനിടയായത്. ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഈ സെൻറ്റർ കാണിക്കുന്ന എല്ലാ ആദരവുകൾക്കും പ്രാർത്ഥനകൾക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറയുകയുണ്ടായി. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് യേശു കർത്താവിനെ കുറിച്ച്. അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവനാണ്. യഹൂദാ ഗോത്രത്തിലെ സിംഹം, അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്നൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആര് ഭയപ്പെടാതിരിക്കും എന്ന് ആമോസിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. നമ്മളെല്ലാവരും യഹൂദാ ഗോത്രത്തിലെ സിംഹമായവന്റെ മക്കളാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സിംഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് അവൻ രാജാവായത്? വലിപ്പത്തിൽ സിംഹമല്ല വലിപ്പത്തിൽ രാജാവാകേണ്ടുന്നത്, ശക്തിയിൽ സിംഹമല്ല രാജാവാകേണ്ടുന്നത്, വേഗതയിൽ സിംഹമല്ല രാജാവാകേണ്ടുന്നത്, ബുദ്ധിയിൽ സിംഹമല്ല രാജാവാകേണ്ടുന്നത്. എന്നാൽ കാട്ടിൽ രാജാവായി എങ്ങനെയാണ് സിംഹം മാറിയത്? ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ, സിംഹത്തെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേക സ്വഭാവത്തിൽ അവനെ സൃഷ്ടിച്ചു. അവന്റെ ഉള്ളിൽ ഭയമില്ലാതെയാണ് സൃഷ്ടിച്ചത്. അവൻ സിംഹം പോലെ നിർഭയനായിരിക്കും.
പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ളൊരു പ്രത്യേകത, നമ്മുടെ ഉള്ളിൽ നിന്ന് അവൻ ഭയമെടുത്ത് മാറ്റിക്കളയുക ചെയ്യുന്നേ. സ്തോത്രം. സിംഹഗർജനത്തിന്റെ അടുത്തൊരു പ്രത്യേകത, ഏകദേശം 5 മൈലോളം ദൂരം അവന്റെ ഗർജനം കേൾക്കുവാൻ കഴിയും. അപ്പോൾ ആ ഗർജനം കേൾക്കുന്നതിനകത്തുള്ള ഏത് കാട്ടുമൃഗമായാലും ഒരു കാര്യം അവർക്കറിയാം, ഈ ശബ്ദപരിധിക്കുള്ളിൽ രാജാവായിട്ടൊരുത്തനുണ്ട്. സ്തോത്രം. ദൈവമക്കളായ നമ്മൾ യഹൂദ ഗോത്രത്തിന്റെ പ്രത്യേകത എന്താണ്? യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതി എന്നർത്ഥം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. Sending money abroad. Save time and money with Wise. Get alerted when the exchange rate is cheaper. Plus, most transfers are. അങ്ങനെയെങ്കിൽ സ്തുതിക്കുന്നവരുടെ തലമുറയാണ് പെന്തക്കോസ്തരായ നമ്മൾ. ഹല്ലേലൂയ. സ്തുതിക്കുന്നവന്റെ സ്തുതി ശബ്ദത്തെ പരിധിക്കകത്ത് നമ്മൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്തൊരു രാജാവുണ്ട്. നിന്റെ സ്തുതിയാണ് പരിധി നിർണയിക്കുന്നത്. നമ്മൾ സ്തുതിക്കുന്ന ശബ്ദ പരിധിക്കകത്തേക്ക്, ഹല്ലേലൂയ, ശത്രു ഒന്ന് സ്റ്റെപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ അവനൊന്ന് മടിക്കും. കാരണം ഇതിനകത്ത് വേറൊരുവൻ രാജാവായി വാഴുന്നുണ്ട്. ആ അർത്ഥം ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് ഒന്നുകൂടി കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാജാവ് അവരുടെ നടുവിലുണ്ട്. യഹോവയാൽ ദൈവം അവരുടെ മധ്യേ ഉണ്ട്. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ വാഗ്ദത്തം ചെയ്യുന്നവനെ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അത് ദൈവത്തിന്റെ വലിയൊരു വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഒരു വാക്യം ആദ്യമേ വായിക്കട്ടെ. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ദൈവിക വാഗ്ദത്തങ്ങൾ ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് ഞാൻ പെട്ടെന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം വാഗ്ദത്തങ്ങൾ എന്തിനു നൽകുന്നു? നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടെ കാണുന്ന ആ വെള്ളം എന്ന് പറയുന്നത് ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥയാണ്. ഒരു പ്രതികൂലം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രി നിങ്ങൾ മറ്റൊന്ന് എന്നിൽ നിന്ന് കേട്ടില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, നിന്റെ മുമ്പിൽ ഒരു പ്രതികൂലം ഉയർന്നു വരുമ്പോൾ എൻ്റെ സാന്നിധ്യം നിനക്ക് നൽകുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. മോശയോട് ചോദിച്ചാൽ അവൻ അറിയാം. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിൽ കടന്നു വന്നപ്പോൾ വലിയൊരു പ്രതികൂലം, ജനം നിലവിളിച്ചു, മോശ ദൈവത്തോട് കരഞ്ഞു. ആ സമയത്ത് ദൈവം മോശയെ ഓർപ്പിച്ചുണർത്തി, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ ഉയർത്തുക, നിന്റെ കൈ ഈ പ്രതികൂലത്തിന്റെ മീതെ നീട്ടുക. ദൈവത്തിന് സ്തോത്രം. അവൻ ആ പ്രതികൂലത്തിന്റെ മീതെ കൈ നീട്ടിയപ്പോൾ അവിടെ വചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുമാറാക്കി. ഹല്ലേലൂയ. അവൻ ഏത് പ്രതികൂലത്തിന്റെ നേരെ അവൻ കൈ നീട്ടിയോ ആ പ്രതികൂലം അവിടെ മാറുവാൻ തക്കവണ്ണം ദൈവം തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി. ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയ അനുഭവം ഇസ്രായേൽ മക്കൾക്കുണ്ടായെങ്കിൽ, ദൈവമക്കളെ ഇന്ന് ഈ രാത്രിയിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം എന്നോടുകൂടെ നിങ്ങളോടുകൂടെ ഇറങ്ങുകയാണെങ്കിൽ ഏത് പ്രതികൂലത്തെയും മാറ്റുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കഴിയും. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യോശുവയുടെ മുമ്പിൽ യോർദാൻ കരകവിഞ്ഞു പൊങ്ങിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ: പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ പ്രതികൂലം മാറിപ്പോയി. കേട്ടോ, പെട്ടകം കാണിക്കുന്നു ദൈവ സാന്നിധ്യവുമായി ദൈവ പൈതലെ നീയും നിന്റെ കുടുംബവും നിന്റെ സഭയും ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ പ്രതികൂലത്തെ മാറ്റുവാൻ ദൈവ സാന്നിധ്യം എഴുന്നള്ളി വരും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ തീയിൽ കൂടി നടന്നാൽ അത് നിന്നെ വെന്ത് കളയുകയില്ല. സാക്ഷ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ ദൈവം നമുക്ക് വാഗ്ദത്തം നൽകുന്നവനാ. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്റെ കൂടെ പോരും, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിക്കും. ഒരുപാട് വാഗ്ദത്തങ്ങൾ നൽകി നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാ. ഈ 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മുമ്പിൽ എന്തെല്ലാം ചലഞ്ചുകളാ ഉള്ളത്, എന്തെല്ലാം വെല്ലുവിളികളാ നമ്മൾ ഇനി നേരിടാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം.
എന്തെല്ലാം സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ, ഈ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ജയിക്കുവാൻ ഒരൊറ്റ കാര്യമേ നമുക്ക് അവകാശമായിട്ടുള്ളൂ. അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഒരു വാക്യം വായിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 28-ന്റെ ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. 15-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും, ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഐ വിൽ നോട്ട് ലീവ് യു until I have finished what I have told you. Praise the Lord. Hallelujah. യാക്കോബ് ആരാണെന്ന് നമുക്കറിയാം. അനുഗ്രഹത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, വല്ലവിധേനയും അനുഗ്രഹം ലഭിക്കേണ്ടതിന് വേണ്ടി അവൻ ഓടി നടക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. അവന്റെ പിതാവിന് ദൈവ അനുഗ്രഹങ്ങളെ കൊടുത്തു, വാഗ്ദത്തങ്ങളെ കൊടുത്തു. അവന്റെ ഗ്രാൻഡ് ഫാദറിന്, അല്ലെങ്കിൽ പിതാവിന്റെ പിതാവിന്, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്താ വിളിച്ച് വേർതിരിച്ചത്. അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും. ദൈവമക്കളെ, നമ്മളെ ഭൂമിയിൽ വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമായി തീരുവാനാ. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് ആ വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം തന്റെ മകനായ ഇസ്ഹാക്കിന് കൊടുത്തു, അത് തന്റെ കൊച്ചുമകന് കൊടുത്തു. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ യാക്കോബ് തന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം ചുളുവിൽ വാങ്ങിക്കൊണ്ട് ഓടിപ്പോകുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ചേട്ടനെ പേടിച്ച ഓടുന്നത്. സ്വന്തം ഭവനത്തിലെ മൂത്ത സഹോദരൻ തീരുമാനിച്ചു, എന്ത്, അനുജനെ ഇല്ലാതാക്കണം. അതിനിടയിൽ അവൻ പിതാവിൽ നിന്നൊരാലോചനയും വാങ്ങിക്കൊണ്ടായി ഓടുന്നത്. ഏകനായി മറ്റൊരു ദേശത്തേക്ക് ഓടുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് കിടന്നുറങ്ങുന്നതായി നമ്മൾ കാണുന്നു. അവിടെ വെച്ച് ദൈവം അവന് ദർശനത്തിൽ വെളിപ്പെടുകയാണ്. ഒരു കാര്യം എന്നെ ബലപ്പെടുത്തിയത്, ഏകനായി ഏത് വിഷയത്തിൽ നമ്മളായിരുന്നാലും, നമ്മൾ എവിടെയെല്ലാം ഓടിപ്പോയാലും, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പിറകെ ഓടിയെത്തി നമ്മുടെ മേൽ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓടിപ്പോയെങ്കിലും യാക്കോബിനെ ദൈവം വിട്ടില്ല. ദൈവം അവന് പിന്നാലെ വന്നു. ഇന്ന് രാത്രി നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അവൻ നമ്മെ വെറുതെ വിടുകയില്ല കേട്ടോ. അവൻ നമ്മുടെ പിറകിൽ വന്ന് വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്താ ഓർപ്പിച്ചുണർത്തുന്നതെന്നറിയോ? ഞാൻ നിന്നോടൊരു കാര്യം അരുളി ചെയ്യാൻ പോകുകയാ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വാഗ്ദത്തങ്ങൾ ഞാൻ നിവർത്തിക്കും വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ഒരു നല്ല ധൈര്യത്തിനായിട്ട് ഈ കാര്യം പറയുക. ദൈവം നിന്നെ കുറിച്ച് എന്തിനാ വാഗ്ദത്തങ്ങൾ നൽകുന്നത്? എന്തിനാ ദൈവം എന്നോടൊരു വാഗ്ദത്തം പറയുന്നത്? എന്നെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ സഭയെക്കുറിച്ച് ദൈവം ഒരു ആലോചന നൽകുന്നത് എന്തിനാണെന്നറിയാമോ? അതവൻ നിവർത്തിക്കുവാൻ വേണ്ടിയിട്ടാ. നിവർത്തിക്കുന്നതുവരെയും നമ്മെ കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ പിന്നാലെ വരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവനോടൊന്ന് ഓടി പോയി. ഏകദേശം 20-21 വർഷങ്ങൾക്ക് ശേഷം ദൈവനെ മടക്കി കൊണ്ടുവരുന്നുണ്ട്. ആ മടക്കി കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. When curiosity strikes about the everyday lives of your family, we're here with answers only your ancestors can provide. See their stories at Ancestry.
പല രീതിയിൽ അവനെ പിൻപറ്റിയവനെ തകർക്കുവാൻ നോക്കിയപ്പോഴൊക്കെ ദൈവം ഇടപെട്ട് അവനെ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്നു. 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം നമുക്ക് വായിക്കാൻ കഴിയും. 35-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 35. യാക്കോബ് പദൻ ആരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് തന്നെ പേരാകും എന്ന് കൽപ്പിച്ച്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് കൽപ്പിച്ചു. അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ട്, അല്ലെങ്കിൽ ദൈവദാസന്മാർ വചനം സംസാരിക്കുമ്പോൾ ഒരു വാഗ്ദത്തം ദൈവം ഉള്ളിലേക്ക് നൽകുമ്പോൾ അത് നൽകിയിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കതൊന്ന് വിവരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ കരം പിടിച്ചിട്ട് കർത്താവ് പറയുക, ഞാൻ നിനക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, ഇനി അത് നിവർത്തിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയുമല്ല, അത് നിവർത്തിക്കും വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. നമുക്കൊരു പക്ഷെ പലപ്പോഴും തോന്നിയേക്കാം, എന്നെ എല്ലാവരും കൈവിട്ടു. ദാവീദ് ഒരിക്കലും ഇങ്ങനെ വിളിച്ചു പറയുക, അപ്പനും അമ്മയും എന്നെ കൈവിട്ടു, എങ്കിലും ദൈവം എന്നെ ചേർത്തുകൊള്ളുമെന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കാറുണ്ട്, എന്നെ എല്ലാവരും കൈവിട്ടു, എന്നെ എല്ലാവരും മറന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഒരിക്കൽ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്ന് എനിക്ക് തുണ നിൽക്കുമെന്നാൽ എല്ലാവരും എന്നെ കൈവിട്ടു, കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പെറ്റമ്മ തന്നെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയ മാത്രമല്ല, ആ വാഗ്ദത്തം നിവർത്തിക്കും വരെയും ഞാൻ നിന്നെ കൈവിടുകയില്ല. അതൊരു ഉറപ്പായിട്ട് എടുത്തോ കേട്ടോ. ഹല്ലേലൂയ. യാക്കോബേ എന്ന വിളിയുടെ അർത്ഥം ഉപായിയാണെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ ഉപായി എന്ന് പറയുമ്പോൾ അവന്റെ പേര് മാറ്റി അവനെ ഒരു ജാതിയാക്കി മാറ്റുവാൻ ദൈവം അവന്റെ കരം പിടിച്ചുകൊണ്ടിരുന്നു. നമ്പർ 1, ഒന്നാമത്തെ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. ദൈവം വാഗ്ദത്തം ചെയ്താൽ ഹി വിൽ ഫുൾഫിൽ ഇറ്റ്. അത് മാത്രമല്ല, അത് ഫുൾഫിൽ ചെയ്യും വരെയും നമ്മുടെ കരം വിടാതെ അവൻ പിടിച്ചുകൊള്ളും. അടുത്തൊരു വാക്യം. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം അതിന്റെ 31-ാം അധ്യായത്തിന്റെ 6-8 വാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുന്നത് വരെയും കൈവിടാതെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. ബലവും ധൈര്യമുള്ളവരായിരിപ്പിൻ. അവരെ പേടിക്കരുത്. അവരെ പേടിക്കരുത്. ഭ്രമിക്കുകയും അരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ആഴത്തിൽ ആ ശക്തി ഒന്ന് പകരട്ടെ. അവരെ പേടിക്കരുത്. നിനക്കെതിരെ നിൽക്കുന്ന ആരെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരെ പേടിക്കരുത്. ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. നിന്നോടുകൂടെ അവൻ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയുടെ പുസ്തകം 1-5 വാക്യം വായിച്ചേ. ഹല്ലേലൂയ. ഇത് യോശുവയോട് മോശ പറഞ്ഞ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മോശയുടെ ജീവിതകാലം തീരാൻ പോകുക, ദേശം അവകാശമാക്കി കൊടുക്കുവാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ ദേശത്തേക്ക് എത്തിക്കാൻ പോകുക. ആ സമയത്ത് മോശ ഹല്ലേലൂയ യോശുവയോട് പറഞ്ഞു ഉറപ്പിച്ച വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യവും 9-ാം വാക്യം വായിച്ചു. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്യം എടുക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളത്, യോശുവയുടെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ദൈവത്തിന്റെ ദാസനായ മോശ മരിച്ചു. ദൈവം ഇവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാ. ഇന്ന് ആ വാക്യം വായിക്കുമ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരോട് ഒരു കാര്യം ഓർപ്പിക്കുക. എൻ്റെ ദാസനായ മോശ മരിച്ചു. നമ്മളെല്ലാവരും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് യോശുവെ ബലപ്പെടുത്തി പറയും, ആകയാൽ നീ പുറപ്പെട്ട് ഈ ജനത്തെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നീ അവരെ എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്കതിനുള്ള ത്രാണിയില്ല. ദൈവം പറയുന്നത്, ഞാൻ എങ്ങനെ മോശയോട് കൂടെ ഇരുന്നുവോ
ഹല്ലേലൂയ. നമുക്ക് വളരെ വീറോടെ പറയാൻ കഴിയും, ഈ ദേശത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് എത്രയോ പ്രവർത്തനങ്ങൾ, എത്രയോ ഹല്ലേലൂയ സഭകൾ ഇവിടെ തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം തന്റെ ദാസനെ പ്രത്യേകം ഉപയോഗിച്ചു. ദൈവം തന്റെ ദാസന്മാരെ അതേ അഭിഷേകത്തോടെ ഉപയോഗിക്കുമെന്ന ഈ വാക്യം ഉറപ്പു നൽകുന്നത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. അടുത്ത വാക്യം, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. ഈ വാക്യം പറയുമ്പോൾ ഒരു കാര്യം ദൈവം അവിടെ പ്രത്യേകം ഓർപ്പിക്കുന്ന എന്താ അറിയോ? ദേശത്തെ കീഴടക്കിയിരിക്കുന്ന ശക്തികളുണ്ട്. കനാൻ ദേശം അന്നുവരെയും ശത്രുക്കളാൽ കീഴടക്കിയിരിക്കുക. They occupied the land. എന്നാൽ ദൈവമക്കളോട് ദൈവം പറയാ, but that belongs to you. അത് നിന്റെ അവകാശമാണ്. Praise the Lord. Hallelujah. ദൈവമക്കളെ, അത് നിങ്ങളുടെ അവകാശമാണ്. കർത്താവേ, ഞങ്ങൾക്ക് ഭയമാകുന്നു, യുദ്ധം ചെയ്ത് ശീലമില്ല. ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ആ ദേശം അവകാശമാക്കി നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെയും ശത്രുക്കളെ നശിപ്പിച്ചു കളയുവാൻ ഞാൻ മതിയായവനാ. വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ, നിന്നെ ഇറക്കി തിരിച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് ഇവിടെ നിന്ന് കർത്താവിന്റെ ദാസൻ ആദ്യം വചനം ആലലിയ ഗാനശുശ്രൂഷ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയില്ല, നിനക്കെതിരെ നിൽക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം എന്താ അറിയോ? നിന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം ഒന്ന് വായിച്ചേ. 19:51. ഇവ പുരോഹിതനായ എലയാസറും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് യോശുവ ദൈവം തന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് ദേശത്തെ അവകാശമാക്കി കൊടുത്തു. ദൈവം വാഗ്ദത്തം ചെയ്താൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ്. രണ്ട് ചിന്തകളുണ്ടെന്നാൽ ഒന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ രണ്ട് ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ദൈവം തന്നത്. ഒന്ന്, വാഗ്ദത്തം ചെയ്ത ദൈവം അത് അവൻ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല. രണ്ട്, ഹല്ലേലൂയ, കൈവശമാക്കുവാൻ ഒരു ദേശം നിനക്ക് വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചിറക്കിയവൻ ശത്രുക്കളെ നീക്കി അത് ഞാനും നിങ്ങളും അവകാശമാക്കുവോളം അവൻ നമ്മെ കൈവിടുകയില്ല. വായിക്കാം. യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട്. ഈ വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തോളാം കേട്ടോ. ഇന്ന് രാത്രി ഞാൻ കേട്ട് എന്റെ ഹൃദയത്തിൽ ആഴത്തിലേക്ക് ഇറക്കുന്ന എന്റെ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ഒരു വാക്കാണ്. വായിക്കാം. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷകൾ എല്ലാ വേലയും നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. ഇത് ദാവീദ് തന്റെ മകനായ ശലോമോനെ ഉപദേശിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ശലോമോൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ ജനത്തെ നയിക്കുവാൻ എനിക്ക് ആവശ്യം ഹല്ലേലൂയ നിന്റെ ജ്ഞാനമാണ്. ഇത് ആർക്കാ, എങ്ങനെയാ ഇവന്റെ ഉള്ളിലേക്ക് ഈ ഐഡിയ കിട്ടിയതെന്നറിയാമോ? ഒരിക്കൽ ദാവീദ് ഇവനോട് തന്നെ പറഞ്ഞു, മകനെ, ഈ ജനത്തെ നയിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവിക ജ്ഞാനമാണ് ആവശ്യം. ഇവൻ അതേ വിഷയം പ്രാർത്ഥിച്ചു. ഇന്ന് മക്കൾക്ക് ഹല്ലേലൂയ നല്ല ഉപദേശങ്ങളെ കൊടുക്കുന്ന മാതാപിതാക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. Say you have a low credit score and you want a credit card that helps you rebuild credit. Where do you go? Credit Karma. They help you shop for cards. ജ്ഞാനത്തിനു വേണ്ടി ശലോമോൻ പ്രാർത്ഥിക്കുക. അതേ ശലോമോനോട് ദൈവം പറയുന്നു, എന്റെ ദൈവം ഹല്ലേലൂയ നിന്റെ കൈ പിടിച്ച് നിന്നെ നടത്തും. അവൻ ആലയത്തിലെ ശുശ്രൂഷകൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ അത് നിവർത്തിക്കും വരെയും അവൻ നിന്നെ കൈവിടുകയില്ല. വാക്യം ശ്രദ്ധിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്യം ശ്രദ്ധിച്ചോ ദൈവദാസന്മാരെ. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞത് യാക്കോബിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരാം, ആ വാഗ്ദത്തം നിവർത്തിക്കും വരെ, ഞാനത് നിവർത്തിക്കും വരെ ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് അരുളി ചെയ്തു. എന്നാൽ ഇവിടെ പറയുന്ന അങ്ങനെയല്ല.
ശലോമോനെ, നീ ദൈവാലയത്തിന്റെ ചില ശുശ്രൂഷകൾ നിന്നെ ദൈവം ഏൽപ്പിച്ചെങ്കിൽ നീ അത് ചെയ്ത് തീർക്കും വരെയും. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് വെച്ച് നിനക്ക് നിർത്താൻ കഴിയുകയില്ലെന്നേ, എനിക്കിടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയില്ലെന്നേ. മടുത്തു പോയാലും എന്നെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നീ അത് തികയ്ക്കും വരെയും അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നതാ എന്റെ ബലമെന്നറിയാമോ? ഞാൻ പരാജയപ്പെട്ടെന്ന് തോന്നുമ്പോഴും, മടുത്തെന്ന് തോന്നുമ്പോഴും, ഞാൻ ശുശ്രൂഷിച്ചിട്ട് ആത്മാക്കൾ വരുന്നില്ലെന്ന് തോന്നുമ്പോഴും, അവിടെ പ്രവർത്തിച്ചിട്ട് ഒരു ഫലം കാണുന്നില്ലെന്ന് തോന്നുമ്പോഴും, ദൈവം പറയുന്ന നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ നീ തികയ്ക്കും വരെയും ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് എഴുതിയതിന് തൊട്ട് മുകളിൽ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവ് നമുക്ക് വേണ്ടിയതെല്ലാം നൽകുമെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി വായിക്കാതെ തരമില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രൊവിഷൻസ് ഒരുക്കുന്ന ദൈവം തക്ക സമയത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത് നൽകുവാൻ തക്കവണ്ണം എന്നോട് കൂടെ ഇരുന്ന്, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാൻ കാരണം അവനോട് കൂടെ ഇരുന്ന് അവൻ ആവശ്യങ്ങളെ നിവർത്തി തരുന്ന ഒരു ദൈവമുണ്ട്. വായിച്ചോ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ശ്രദ്ധിച്ചോ, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അവൻ അയച്ചു തരും. വായിക്കാം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അടുത്തത്, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവൻ നമുക്ക് നൽകും എന്നുള്ള ഉറപ്പ് നൽകിയിട്ട് അടുത്ത വാക്യം വായിച്ചേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will never leave you orphans. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ഞാൻ നിന്നോട് കൂടെയിരിക്കും. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുദിനം ആവശ്യമായിട്ടുള്ളത് എന്നുവരെ അറിയോ, എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവ സാന്നിധ്യം നമുക്ക് നൽകിയിരിക്കുക. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് അവൻ തന്നിരിക്കുന്നത്. 2024 ഇനി നിങ്ങൾ നോക്കേണ്ടത് ഭയത്തോടെയല്ല. കാരണം ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചേ. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇന്ന് രാത്രി ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ദൈവം ഉറപ്പിക്കുന്നത്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരുളി ചെയ്തത് നിവർത്തിപ്പാൻ തക്കവണ്ണം ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് നീ തികയ്ക്കും വരെയും ഞാൻ നിന്നോട് കൂടെയിരിക്കും. ബലഹീനെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. തീയിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. രോഗശൈലിയിൽ കൂടെയിരിക്കുന്ന ദൈവം, കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് കൂടെയിരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2024 പെരുമ്പാവൂർ ഡിസ്ട്രിക്റ്റിനുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.